രണ്ടില രണ്ടാകുമോ? എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ഭിന്നതകൾക്കിടെ മാണി ഗ്രൂപ്പ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു. CF തോമസ് പങ്കെടുക്കുന്നില്ല, PJ ജോസഫ് പങ്കെടുക്കുന്നു. KM മാണിയെ LDF-ൽ വേണ്ടെന്ന് CPI യോഗത്തിൽ പൊതുവികാരം. മൂന്നാറിലെ നടപടികളുടെ ക്രെഡിറ്റ് തട്ടാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്നും CPI-യുടെ വിമർശനം. TP സെൻകുമാറിന്റെ പുനർനിയമനം വൈകിയതിന് സുപ്രീം കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു ചീഫ് സെക്രട്ടറി. പുനഃപരിശോധനാ ഹർജി പിൻവലിക്കും. കോടതി സർക്കാരിന് പിഴ വിധിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. സർ, മുഖത്ത് അടി കിട്ടിയത് പിണറായി വിജയനല്ല, അടിയോടടിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പിഴയല്ലെങ്കിൽ സംഭാവനയാണോ എന്ന് പ്രതിപക്ഷം. കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ബഹുമാനായ മുഖ്യമന്ത്രി ഇത് കരുതുന്നതെങ്കിൽ ദയവായി അത് അങ്ങയുടെ പോക്കറ്റിൽ നിന്ന് അങ്ങ് കൊടുക്കണം. കേരളത്തിലെ ജനങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ഇനിയുള്ള കാലം നന്നായി പ്രവർത്തിക്കണമെന്ന് സെൻകുമാറിനോട് മുഖ്യമന്ത്രി. കണ്ണൂരിൽ നീറ്റ് പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രമഴിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഉന്നതതല അന്വേഷണം അനിവാര്യം. ന്യൂനപക്ഷ കോളേജിലെയും കൽപ്പിത സർവകലാശാലയിലെയും MBBS പ്രവേശനത്തിന് സർക്കാർ കൗൺസിലിംഗ് മതിയെന്ന് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അരവിന്ദ് കെജ്രിവാളിനെതിരെ ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ അന്വേഷണം. മുൻമന്ത്രി കപിൽ മിശ്ര തെളിവുകൾ കൈമാറി. കെജ്രിവാൾ നുണപരിശോധനയ്ക്ക് വിധേയനാകണമെന്ന് കപിൽ മിശ്ര. കാലിത്തീറ്റ കുംഭകോണ കേസിൽ ലാലു പ്രസാദ് യാദവിന് തിരിച്ചടി. ഓരോ കേസിലും പ്രത്യേകമായി വിചാരണ നേരിടാൻ സുപ്രീം കോടതി ഉത്തരവ്. കൊച്ചി മെട്രോയ്ക്ക് യാത്രാനുമതി. അനുമതി നൽകിയത് കേന്ദ്ര മെട്രോ സുരക്ഷാ കമ്മീഷൻ. സുരക്ഷാ പരിശോധനയിൽ തൃപ്തിയെന്ന് കമ്മീഷൻ. കേരള കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അഭ്യൂഹങ്ങൾക്കൊടുവിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ജോസഫ് വിഭാഗം എത്തി. പനി ബാധിച്ച CF തോമസ് യോഗത്തിന് എത്തിയിട്ടില്ല. എബ്രഹാം മാത്യു വിവരങ്ങളുമായി. എബ്രഹാം മാത്യു, ജോസഫ് വിഭാഗത്തിലെ നേതാക്കളെ എല്ലാം തിരുവനന്തപുരത്തേക്ക് വിളിച്ച് PJ ജോസഫ് ആശയവിനിമയം നടത്തിയിരുന്നു. അദ്ദേഹം യോഗത്തിന് പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒടുവിൽ എങ്ങനെയാണ് ഈ പാർലമെന്ററി പാർട്ടിയിൽ പങ്കെടുക്കാം എന്ന് ജോസഫ് വിഭാഗത്തിലെ 2 MLA-മാരും തീരുമാനമെടുക്കുന്നത്? ഇന്ന് പാർലമെന്ററി പാർട്ടി ചേരുമ്പോൾ കോട്ടയത്തെ വിഷയത്തിൽ എന്ത് നിലപാട് ഇവർ എടുക്കും? അഭിലാഷ്, ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി ഏതാണ്ട് ഇങ്ങനെ ചുരുക്കി പറയാം. അതായത് രാവിലെ മുതൽ PJ ജോസഫ് യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന ഒരു അഭ്യൂഹം പരന്നിരുന്നു. ആ അഭ്യൂഹത്തെ വിശ്വസനീയമാക്കി മാറ്റുന്നതിൽ PJ ജോസഫ് വിജയിക്കുകയും ചെയ്തു. പ്രതികരണങ്ങളോട് അദ്ദേഹം വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പ്രതികരിക്കുന്നില്ല എന്ന് പറയുകയും അടുത്ത സുഹൃത്തുക്കളോട് യോഗത്തിൽ പങ്കെടുക്കും എന്ന് പറയുകയും ചെയ്തു. ചുരുക്കത്തിൽ ജോസഫ് ഗ്രൂപ്പ് ആടി ഉലഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാതെ ജോസഫ് ഗ്രൂപ്പ് തന്നെ ഭിന്നമായ വഴികളിലേക്ക് നീങ്ങുന്നത് കണ്ടു. മോൻസ് ജോസഫ് ആകട്ടെ കോട്ടയത്തായിരുന്നു, അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സമയത്ത് പ്രധാന ജില്ലകളിലെ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുകയുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം ഇന്ന് PJ ജോസഫ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം മറ്റൊരു കേന്ദ്രത്തിലായിരുന്നു എന്നാണ് വ്യക്തമായ വിവരം. അവിടെ അദ്ദേഹം ഏറ്റവും അടുത്ത ചില സഹപ്രവർത്തകരുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ മറ്റ് ജില്ലകളിൽ നിന്നെത്തിയ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഇന്ന് ഈ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഉയർന്നത്. CF തോമസ് അസുഖത്തിൻ്റെ പേരിൽ യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരുന്നു. അത് ആ പാർട്ടിയുടെ ആ മാണി ഗ്രൂപ്പിന് തന്നെ ഒരു പ്രശ്നമായി വന്നു. മാണി ഗ്രൂപ്പ് നേതാക്കളെ അത് അങ്കലാപ്പിലാക്കി. പ്രശ്നം പരിഹരിക്കാൻ ജോസ് കെ മാണി ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ചുരുക്കത്തിൽ CF തോമസ് ഇല്ലാത്തതുകൊണ്ടും PJ ജോസഫ് ഇല്ലാത്തതുകൊണ്ടും യോഗം മാറ്റിവെക്കാൻ ഒരാലോചന നടന്നു. ആ ആലോചന നടക്കുന്നതിനിടയിലാണ് ജില്ലകളിൽ നിന്നെത്തിയ നേതാക്കളുടെ പിന്തുണയോടെ, അല്ലെങ്കിൽ അവരുടെ ഒരു സമവായത്തോടു കൂടി PJ ജോസഫ് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി. 2, ഈ യോഗത്തിൽ ജോസഫ് ഗ്രൂപ്പ് പങ്കെടുക്കുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ്. ഇപ്പോൾ കിട്ടുന്ന വിവരം വെച്ച് പറഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പ് ഒരു ചരൽക്കുന്ന് തീരുമാനം നടപ്പിലാക്കണം എന്ന നില ആണ് ജോസഫ് ഗ്രൂപ്പ് പതിവ് പോലെ തന്നെ മുന്നോട്ട് വെക്കുക. പാർട്ടി പുലർത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ആരോഗ്യവും സാവകാശവും PJ ജോസഫിന് ഇപ്പോൾ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും തന്നോട് കൂടിയാലോചിക്കാതെ പല നയപരമായ തീരുമാനങ്ങളും എടുക്കുന്നുള്ള അതൃപ്തി അദ്ദേഹം രൂക്ഷമായി തന്നെ യോഗത്തിൽ പറയാൻ സാധ്യതയുണ്ട്. കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിലെടുത്ത തീരുമാനം ചരൽക്കുന്ന് തീരുമാനത്തിന് വിരുദ്ധമായതുകൊണ്ട് ഒരുപക്ഷെ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം ജോസഫ് ഗ്രൂപ്പ് ഉന്നയിച്ചുകൂടായികയില്ല, പറയാൻ സാധ്യതയുണ്ട്. അത് നടപ്പിലാക്കുമോ എന്നറിയില്ല. ഏതായാലും മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ ശ്രീ KM മാണി ജോസഫിനെ അനുനയിപ്പിക്കുന്ന ഒരു തന്ത്രപരമായ സമീപനം യോഗത്തിൽ കൈക്കൊള്ളുന്ന കാര്യത്തിൽ സംശയമില്ല.
ഒരു താൽക്കാലിക വെടിനിർത്തൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഈ താൽക്കാലികമായ വെടിനിർത്തലാണ് പാർട്ടിയുടെ ഏത് മുന്നണിയിലേക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ അവരുടെ തർക്കം കാത്തിരുന്ന് കാണാനാണ് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് നിയോഗം ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. റൈറ്റ്, വ്യക്തമാണ് എബ്രഹാം മാത്യു. വളരെ നന്ദി വിവരങ്ങൾക്ക്. ശ്രീ രാജു എബ്രഹാം CPIM, ശ്രീ ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ്, ശ്രീ P. പ്രസാദ് CPI, ശ്രീ S. അജീവൻ മുതിർന്ന മാധ്യമപ്രവർത്തകനൊപ്പം കേരള കോൺഗ്രസ് നേതാവ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ആന്റണി രാജു, ഇന്നിപ്പോൾ ഒട്ടേറെ അഭ്യൂഹങ്ങൾക്കൊടുവിൽ PJ ജോസഫും മോൻസ് ജോസഫും പാർലമെന്ററി പാർട്ടിയിൽ പങ്കെടുക്കാൻ ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു. അതായത് ഒരു വലിയ പ്രതിസന്ധി ഒരല്പം ശമിച്ചിരിക്കുന്നു കേരള കോൺഗ്രസ് എമ്മിൽ. ഇന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച അധ്യക്ഷനെ രാജിവെപ്പിക്കാൻ കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ സ്വാഭാവികമായും അത് PJ ജോസഫിൻ്റെ വിജയം എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ അതിനൊന്നും തയ്യാറാകാതെ ചില ചെറു വിമർശനങ്ങൾ പാർട്ടിയിൽ ഉയർത്തിയിരിക്കുന്ന ഈ വിമർശനങ്ങൾ അടങ്ങിയാൽ KM മാണിക്കും ജോസ് കെ മാണിക്കുമെതിരെ ഒരു ശബ്ദമുയരാൻ കേരള കോൺഗ്രസ് എമ്മിൽ പാടാണ്, അത് നടക്കില്ല എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? അല്ല, തീർച്ചയായും ഇവിടെ അഭ്യൂഹങ്ങൾക്കൊന്നും തന്നെ ഇടയില്ല. കാരണം ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് പാർട്ടി വർക്കിംഗ് 2 MLA-മാരും കഴിഞ്ഞ ആഴ്ച തന്നെ പരസ്യമായി ജനങ്ങളോട് വ്യക്തമാക്കിയിരുന്നതാണ്. അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു വാർത്തയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസിനകത്ത് ശ്രീ PJ ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് വിഭാഗം വളരെ വളരെ മൈനോറിറ്റിയാണ്. ആ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു 5% താഴെ മാത്രമേ ആ വിഭാഗത്തിന് ആ പാർട്ടിക്കകത്ത് പ്രാതിനിധ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മാണി ഗ്രൂപ്പിനകത്തെ മാണി, ജോസ് കെ മാണി, അച്യുതണ്ടിനെതിരെ പ്രവർത്തിക്കുവാനുള്ളൊരു ശക്തിയോ ആരോഗ്യമോ ശേഷിയോ അവർക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിൻ്റെ ബലത്തിലാണ് ഇത്രയും നാള് മാണിക്കെതിരെ എന്തെങ്കിലും ശബ്ദം ഉയർത്താൻ PJ ജോസഫ് സാറിനൊക്കെ ധൈര്യം വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടുത്ത അമർഷവും പ്രതിഷേധവും എതിർപ്പും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പാർട്ടിയെ പിളർത്തി മറ്റൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള ശക്തിയും ആരോഗ്യവും ഇല്ലാത്തത് കൊണ്ടും അങ്ങനെ പിളർന്നാൽ രണ്ടുപേരുടെ MLA സ്ഥാനവും കൂടെയുള്ള ജനപ്രതിനിധികളായിരിക്കുന്ന ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഉൾപ്പെടെയുള്ളവരുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനമൊക്കെ നഷ്ടപ്പെടുമെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് ആ അധികാരത്തിൻ്റെതായ ആ സ്ഥാനങ്ങൾ വിട്ടുപോയാൽ അവരൊന്നുമല്ല എന്ന് തോന്നുന്നുള്ളത് കൊണ്ട് അതൊന്നും നഷ്ടപ്പെടുത്താൻ തയ്യാറാകില്ല. അവസാനം ഒരു മാണി സാറിന് ശ്രീ KM മാണിക്ക് സറണ്ടർ ചെയ്തുകൊണ്ട് ആ പാർട്ടിയിൽ തുടരുകയല്ലാതെ ഈ വിഭാഗത്തിന് യാതൊരു മാർഗവുമില്ല. പക്ഷേ ഇവര് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫൈറ്റ് ശ്രീ KM മാണിയും PJ ജോസഫ് സാറുമായിട്ടല്ല, മറിച്ച് കോൺഗ്രസും മാണി ഗ്രൂപ്പുമായിട്ടാണ്. ആ മാണി ഗ്രൂപ്പുമായിട്ടുള്ള ഫൈറ്റിൽ കോൺഗ്രസിന്റെ നിർദ്ദേശം അനുസരിച്ച്, കോൺഗ്രസിന്റെ വികാരത്തിനനുസരിച്ച് മാണിക്കെതിരെ ആളുകൾ നിലപാടെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോടും കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ശ്രീ KM മാണിയോടും ജോസ് കെ മാണിയോടും എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. 1 വർഷം മുമ്പേ ഞങ്ങൾ പറഞ്ഞു ഈ പാർട്ടിക്കകത്ത് മക്കൾ രാഷ്ട്രീയവും ഈ പാർട്ടിയെ BJP-യിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഒരു സംശയം വേണ്ട, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വേണ്ടാത്ത ഈ പാർട്ടി അവസാനം KM മാണി ഈ ഗതികെട്ട ആളുകളെല്ലാം കൂടെ കൂട്ടി BJP-യിലേക്ക് പോകുമ്പോൾ ഇവരെല്ലാം ആ കൂട്ടത്തിൽ അവരോട് പോകാൻ നിർബന്ധിതമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്ത്. പാർട്ടിയിലെ ഒരു വിഭാഗം ശക്തമായ നിലപാടെടുത്ത് ഇപ്പോഴുള്ള രാഷ്ട്രീയ ലൈൻ തിരുത്തി UDF-നൊപ്പം എന്ന സമീപനം സ്വീകരിക്കാൻ KM മാണിയെ നിർബന്ധിതനാക്കും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം വരെയും കരുതപ്പെട്ടത്. എന്നാൽ ഇതൊക്കെ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? എന്താണ് കേരള കോൺഗ്രസ് എം എടുക്കുന്ന രാഷ്ട്രീയ പൊസിഷൻ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും കോൺഗ്രസിന് ഇനി വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. LDF-ലേക്ക് കയറ്റില്ല എന്ന് CPI അസന്നിഗ്ധമായി പറയുന്നു. ഞങ്ങളൊരു രാഷ്ട്രീയ സഖ്യത്തിന് ഉദ്ദേശിക്കുന്നില്ല എന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും പറയുന്നു. യഥാർത്ഥത്തിൽ കോട്ടയത്തെടുത്ത രാഷ്ട്രീയ സാഹസികത ഇപ്പോൾ പെരുവഴിയിലാക്കിയിരിക്കുകയല്ലേ കേരള കോൺഗ്രസിനെ? അതിലുള്ള ആളുകൾ ചാടി കോൺഗ്രസ് പക്ഷത്തേക്ക് പോയാൽ രക്ഷയുണ്ട് എന്നുള്ളതിനപ്പുറത്ത് എന്താണ് ഇനി നടക്കാനുള്ളത്? ശ്രീ അഭിലാഷ്, കേരള കോൺഗ്രസ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 6-7 തീയതികളിൽ ചരൽക്കുന്ന് ക്യാമ്പിൽ ഒരു തീരുമാനമെടുത്തു. മുന്നണി രാഷ്ട്രീയത്തിനോട് വിട പറഞ്ഞുകൊണ്ട് UDF-ൽ നിന്നും പുറത്തിറങ്ങാൻ. അത് കേരള കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ജനകീയ അടിത്തറയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്
വളരെ ആർജവത്തോടെ എടുത്ത തീരുമാനമാണ് UDF നിന്നുണ്ടായ തിക്താനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷം പാർട്ടി സ്വീകരിച്ചു വന്ന ലൈൻ ശരിയാണ് എന്ന് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തെളിയിച്ച കോട്ടയം ജില്ലയിൽ നടന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ മുത്തോലിയിലും മൂന്നിലവിലും 3 മുന്നണികളെയും ഒരുപോലെ പരാജയപ്പെടുത്തി വിജയിച്ച പാർട്ടിയാണ് കേരള കോൺഗ്രസ്. ഇപ്പോൾ താൽക്കാലികമായി ചില പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായമുള്ള പാർട്ടിയിലാണ് അഭിപ്രായ ഭിന്നത ഉണ്ടാവുക. ഉൾപാർട്ടി ജനാധിപത്യം വച്ചു പുലർത്തുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ സ്വാഭാവികമായും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ജനാധിപത്യ പാർട്ടിയിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് മാത്രമാണ്. അത് പരിഹരിച്ച് ശക്തമായി മുന്നോട്ട് പോകുവാനുള്ള ഉൾക്കരുത്തും നേതൃപരമായ കഴിവും ഈ പാർട്ടിക്കുണ്ട്. അല്ല, അതെങ്ങനെ പരിഹരിക്കും? ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, താങ്കൾ തന്നെ ഉദ്ധരിച്ച ചെറൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനം പ്രാദേശിക തലത്തിലെ സഹകരണം അതേപടി തുടരും എന്നുള്ളതായിരുന്നുവല്ലോ. പക്ഷേ അങ്ങനെ ആ നിലപാടിന് ഭംഗം വരുന്ന തരത്തിലുള്ള പെരുമാറ്റം കോട്ടയത്തുണ്ടായി. അത് മറ്റാരുമല്ല, PJ ജോസഫ് തന്നെ പറഞ്ഞതാണ്. ചെറൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനമായിരുന്നു പാലിക്കപ്പെടേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായമാണ്. അപ്പോൾ പിന്നെ പാർട്ടി വർക്കിംഗ് ചെയർമാൻ അങ്ങനെ ഒരു അഭിപ്രായമുള്ളപ്പോൾ പിന്നെ അക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ചെറൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനം എന്ന് പറയുന്നത് ആ സമയത്ത് ത്രിതല പഞ്ചായത്തുകളിലുള്ള ധാരണ തുടരുന്നുവെന്നാണ്. ആ ചെറൽക്കുന്ന് ക്യാമ്പിന് ശേഷം 7 മാസവും കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിൽ തുടർന്നു. ഞങ്ങളൊരു അവിശ്വാസവും കൊണ്ടുവന്നില്ല. അതേ സമയത്ത് കോട്ടയം ജില്ലയിൽ തന്നെ രാമപുരം പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന്റെ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. ഈ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ രാജിക്ക് ശേഷം, അതായത് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ഇടയിൽ നടന്ന കാലയളവിൽ കോട്ടയം ജില്ലയിലെ മൂന്നിലവ് പഞ്ചായത്തിൽ കേരള കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അപ്പൊ കോൺഗ്രസിന് എന്തുമാവാം, ഞങ്ങൾ പഞ്ചപുച്ഛമടക്കി ധാരണ എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണല്ലോ, ഞാൻ അതിലേക്ക് വരുന്നില്ല. മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. ശ്രീ പി പ്രസാദ്, ഇന്നും CPIയുടെ യോഗം ചേർന്നപ്പോൾ KM മാണിയെ ഒരു കാരണവശാലും LDFിലേക്ക് അടുപ്പിക്കില്ല എന്ന് നേതാക്കൾ നിലപാട് പ്രഖ്യാപനം നടത്തി. താങ്കൾ ഉൾപാർട്ടി ചർച്ചകൾ പുറത്തു പറയില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ താങ്കൾ അത് ഓൺ ചെയ്യില്ല. എങ്കിൽ പോലും CPIക്ക് ഉള്ള നിലപാട് സുവ്യക്തമാണല്ലോ, അത് പുറത്തു പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ LDFിലേക്ക് എടുക്കണം എന്ന ഒരു അപേക്ഷ KM മാണി നൽകുകയോ അതിന് അദ്ദേഹം താല്പര്യപ്പെടുകയോ ചെയ്തിട്ടില്ലല്ലോ. ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാവുകയില്ല കേരള കോൺഗ്രസ് എമ്മുമായി എന്ന് മുന്നണിയിലെ മുഖ്യകക്ഷിയായ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. പ്രാദേശിക ധാരണ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞു. പിന്നെ CPIക്ക് ഒരു അനാവശ്യമായ കേരള കോൺഗ്രസ് ഭീതി വേണ്ടതുണ്ടോ? ഇല്ല, CPI അങ്ങനെ ഒരു അനാവശ്യമായ കേരള കോൺഗ്രസ് ഭീതിയിലേക്ക് പോയിട്ടേ ഇല്ല. ഞങ്ങൾ ഇന്ന് പ്രത്യേകമായി അങ്ങനെ KM മാണിയെ കുറിച്ച്, അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറിച്ച് പ്രത്യേകമായി ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കോട്ടയത്തുണ്ടായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് സ്വാഭാവികമല്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടി അത്തരമൊരു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ആ ചർച്ച മാത്രം ഞങ്ങൾ നടത്തിയിട്ടുള്ളതേ ഉള്ളൂ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണിയിലെടുക്കുക എന്നുള്ളത് മുന്നണിയുടെ മുമ്പിലുള്ള കാര്യമല്ല, അജണ്ടയിലുള്ള കാര്യമല്ല. ആ കാര്യത്തിൽ എടുക്കാൻ പാടില്ല എന്ന നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അത് ഇന്നെടുക്കേണ്ട, ഇന്നത്തെ പാർട്ടി യോഗത്തിനകത്ത് എടുത്തൊരു തീരുമാനം എന്നുള്ള തരത്തിലല്ല. വളരെ നേരത്തെ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ മുന്നണിക്കകത്ത് ഉൾപ്പെടുത്തുന്നതിനോട് യോജിപ്പുള്ള പാർട്ടിയല്ല ഞങ്ങളുടെ. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ മുന്നണിയിൽ എടുക്കാനുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലല്ലേ അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടത്? അങ്ങനെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ LDFിലേക്ക് എടുക്കാൻ ഒരു ചർച്ചയും നടക്കാത്ത സാഹചര്യത്തിൽ, അങ്ങനെ എടുക്കുമെന്നതിന്റെ ഒരു സൂചനയും CPIഎമ്മോ കേരള കോൺഗ്രസ് മാണിയോ നൽകാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു ചർച്ചയും നിലപാട് പ്രഖ്യാപനവും എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച നടത്തിയില്ലല്ലോ, ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് പ്രത്യേകം എടുത്തില്ലല്ലോ. അങ്ങനെ എടുത്തെന്ന് ആരാണ് പറഞ്ഞത്? കോട്ടയത്തുണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു എന്നുള്ളതല്ലാതെ KM മാണിയെ മുന്നണിയിലെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്തരം ഒരു ചർച്ചയുടെ ആവശ്യമേ ഇല്ല. ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം ഒരു ചർച്ച കേരളത്തിന്റെ സമൂഹത്തിൽ മാധ്യമങ്ങളടക്കം കൊണ്ടുവന്ന അവസരത്തിലെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, അന്ന് ശ്രീമാൻ KM മാണി പറഞ്ഞു ഞങ്ങൾക്ക് ഭയമാണ് എന്നെല്ലാം പറഞ്ഞു. ആ ഭയപ്പാടിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് ഞങ്ങൾ അന്ന് തന്നെ വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും വീണ്ടും ഓരോ ആഴ്ചയും CPI യോഗം ചേർന്നിട്ട് KM മാണി എടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നും എല്ലാവരേക്കാളും നല്ല ബോധ്യമുള്ളത് ഞങ്ങൾക്ക് തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടേ ഇല്ല.
കോട്ടയത്തുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതൊരു അസംബന്ധ നാടകമാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു. ഈ അസംബന്ധ നാടകത്തിൽ ഷെയർ എടുക്കാൻ പോകേണ്ട ആവശ്യവുമില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. ശരി, അതാണ് താങ്കൾ അക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. ശ്രീ രാജു എബ്രഹാം, CPIക്ക് അസംബന്ധ നാടകം എന്ന് തോന്നുന്ന കാര്യത്തെ CPIM-ന് ഏത് തരത്തിൽ തോന്നുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന്, കോട്ടയത്തുണ്ടാക്കിയ ആ അടവു നയത്തെ അല്ലെങ്കിൽ ബാന്ധവത്തെ തൊട്ടു പിറ്റേന്ന് തന്നെ KM മാണി തള്ളിപ്പറയുന്നത് കണ്ടു. അത് ദൗർഭാഗ്യകരമായി പോയി എന്ന് പറയുന്നത് കണ്ടു. അവിടെ തന്നെ അവസരവാദത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ കോൺഗ്രസിനെയും BJP-യെയും ഒരേപോലെ എതിർക്കാൻ മറ്റ് കക്ഷികളെ പിന്തുണയ്ക്കുക തുടങ്ങിയ താത്വിക ന്യായമൊക്കെ ചമച്ച് KM മാണിയുടെ പാർട്ടിയെയോ മുസ്ലിം ലീഗിനെയോ ഒക്കെയോ സഹകരിപ്പിക്കാൻ ശ്രമിച്ചാൽ വലിയ തോതിലുള്ള എതിർപ്പ് മുന്നണിക്കകത്തു നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഒക്കെ നേരിടേണ്ടി വരില്ലേ? അക്കാര്യത്തിൽ CPIM-ന് ബോധ്യത്തിൻ്റെ കുറവുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനം ചർച്ച വരുന്നൊരു കാര്യമല്ല. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും ഒക്കെ തന്നെ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനും BJP-ക്കും എതിരായി വ്യക്തികളോ ഗ്രൂപ്പുകളോ ഒക്കെയായി ധാരണയുണ്ടാക്കി കോൺഗ്രസിനെയും BJP-യെയും ദുർബലപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ധാരണയുണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് എത്രയോ വ്യക്തികൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് കേരളത്തിലുടനീളം. അപ്പോൾ ആ നിലയിലുള്ള ഒരു തീരുമാനമായിട്ട് മാത്രം നമുക്ക് കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കണ്ടാൽ മതി. അവിടെ കോൺഗ്രസ് പാർട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിൽ നല്ലത് കേരള കോൺഗ്രസിൻ്റെ ആൾ വരുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പം തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസും വരട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വരട്ടെ, അവിടെ കോൺഗ്രസും പാർട്ടി വരണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ആ നിലയിൽ അതിനെ മാത്രം പ്രാദേശികമായി മാത്രമുള്ള ഒരു പ്രശ്നമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഒരു മുന്നണിയെ മുന്നണി രാഷ്ട്രീയത്തെ സംബന്ധിക്കേണ്ടതില്ല. അതിനപ്പുറത്ത് KM മാണിയെയും കേരള കോൺഗ്രസിനെയും ഒരു കൂട്ടാളിയാക്കാൻ CPIM ആഗ്രഹിച്ചിട്ടില്ലേ? ഇന്നിപ്പോ ആ പാർട്ടിയിൽ ഉണ്ടാകും എന്ന് കരുതിയ കലഹം വഴിമാറിപ്പോയി. കാരണം ആ വിഷയമേ ചർച്ച ചെയ്തിട്ടില്ല ഇന്നവരുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ. മിനിയാന്ന് PJ ജോസഫിനെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും യോഗത്തിൽ പറയും, തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ നിലപാട് പ്രഖ്യാപിക്കും എന്നാണ്. പക്ഷേ അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കലാപം നടത്താനുള്ള ആരോഗ്യം ശാരീരികമായോ രാഷ്ട്രീയമായോ PJ ജോസഫിന് ഇല്ല എന്ന് നമ്മൾ ഈ രാത്രി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനപ്പുറം അദ്ദേഹം പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങൾ മാറുകയില്ലേ? അഭിലാഷിത് അങ്ങനൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് കേരള കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ മാറുമോ എന്നതിനേക്കാൾ ഇത് കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. KM മാണിക്ക് കൃത്യമായിട്ടറിയാം താനും തൻ്റെ മകനും എടുക്കുന്ന തീരുമാനത്തെ സ്വാഭാവികമായിട്ടും PJ ജോസഫിനെ പോലുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ വെല്ലുവിളിക്കും. പക്ഷേ അവർക്ക് നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെയും ആന്റണി രാജു പറഞ്ഞ പോലെയും ഒന്നും ചെയ്യാൻ കഴിയില്ല. 2 MLA-മാർക്ക് ഈ പാർട്ടിയിൽ ഒരു കോലാഹലം ഉണ്ടാക്കിക്കൊണ്ട് ഒരു മൊത്തമായിട്ട് പാർട്ടിയെ പുലർത്തിക്കൊണ്ടു പോകാനോ സ്വന്തം MLA-ഷിപ്പ് പോലും സംരക്ഷിച്ച് നിർത്താനോ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് കേരള കോൺഗ്രസിൽ KM മാണി ഉണ്ടാക്കിയ നമ്മൾ പ്രാദേശികമായിട്ടുള്ള ധാരണ എന്നൊന്നുമില്ല, അത് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചൊരു കാര്യമില്ല. ഇത് പല ആളുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും CPM-ന്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് KM മാണിയും അദ്ദേഹത്തിൻ്റെ മകനും തീർച്ചയായിട്ടും ആസൂത്രണം ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ കോട്ടയത്ത് നടന്നിട്ടുള്ളത്. അത് ഈ കോട്ടയത്തേക്കുള്ളൊരു താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുമില്ല. ഭാവിയിൽ വരാൻ പോകുന്ന 2019 തെരഞ്ഞെടുപ്പിലോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒക്കെ ഉണ്ടാക്കാവുന്ന ഒരു കൂട്ടുകെട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, CPM-ന് CPI വലിയ ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. അവർ കിട്ടാവുന്ന ഓരോ കാര്യത്തിലും ഇന്ന് തന്നെ അവരുടെ യോഗത്തിൽ അതിശക്തമായിട്ട് മൂന്നാറിൻ്റെ ഈ നേട്ടം, മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ മുഴുവൻ ക്രെഡിറ്റും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളൊരു നിലപാടെടുത്തു. അവിടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണല്ലോ സർക്കാരിൻ്റെ അധിപൻ, അദ്ദേഹമാണല്ലോ തൻ്റെ കീഴിലുള്ള വകുപ്പുകൾ ഓരോ ആളുകൾക്ക് തൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മറ്റു മന്ത്രിമാർക്ക് വീതം വെച്ച് കൊടുക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി ഏത് വകുപ്പിലുണ്ടാകുന്ന നേട്ടവും മുഖ്യമന്ത്രിയുടെ ക്രെഡിറ്റ് തന്നെയാണ്.
അദ്ദേഹം തട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്തോ ഒരു പാതകം ചെയ്തു എന്ന രീതിയിൽ ഈ സമൂഹത്തെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ CPI ശ്രമിക്കുന്നു എന്നാണ് അർത്ഥം. ഇത്രയും കാലത്ത് നടന്ന ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മാത്രം എടുത്തു നോക്കിയാൽ ആതിരപ്പള്ളിയിൽ ആദ്യത്തെ വെടിവെട്ടിച്ച സമയം മുതൽ ഇപ്പോഴത്തെ ഈ മാണി പ്രശ്നത്തിൻ്റെ കാര്യം വരെ എല്ലാ കാര്യങ്ങളിലും CPI വളരെ ശക്തമായിട്ട് CPM-നെ എതിർക്കുന്നുണ്ട്. അതിനർത്ഥം രണ്ട് പാർട്ടികൾക്കും നമ്മൾ യോജിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്നാണ്. ഈ ഘട്ടത്തിൽ മറ്റൊരു സഹായിയെ ഇപ്പോൾ CPIയുടെ 19 MLA-മാരുടെ ബലമുണ്ടല്ലോ, ആ ബലത്തിനെ ഒരു അല്പം പേടിക്കണം CPM-ന്. പക്ഷേ മറ്റൊരു സഹായിയായിട്ടൊരു പാർട്ടി വരുന്നത് CPM തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നതാണ്. അത് KM മാണിയെങ്കിൽ KM മാണി ഈ ബാർക്കോഴ കേസ് വരുന്നതിന് മുമ്പേ തന്നെ അതിനുള്ളൊരു അവസരം വരുമെന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ശ്രീ ആന്റണി രാജു, യഥാർത്ഥത്തിൽ ഈ കലഹം, കേരള കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള കലഹം ഒരു രാഷ്ട്രീയ തീരുമാനം എടുത്തു എന്നുള്ളതിനപ്പുറത്ത് പാർട്ടിയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ചുള്ള പ്രശ്നത്തിൽ ആണല്ലോ. KM മാണിക്ക് ശേഷം ജോസ് കെ മാണി വരുന്നു, പാർട്ടിയുടെ അധിപനായി എന്നുള്ളത് പ്രശ്നം ഇക്കാര്യത്തിൽ കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ KM മാണി, ജോസ് കെ മാണി, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ആ അച്യുതണ്ടിനെതിരെയുള്ള ചെറിയ വിമതസ്വരമാണ് ഉയർന്നത് എങ്കിൽ അത് തുടരാൻ ആ പാർട്ടിയിലെ ആർക്കും കഴിയുന്നില്ല, PJ ജോസഫിനടക്കം. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയോട് അതൃപ്തിയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതെല്ലാം തിങ്കളാഴ്ച കഴിഞ്ഞ് പറയാം എന്ന മറുപടിയായിരുന്നു PJ ജോസഫ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് അത്തരം വിഷയങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ച ഈ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു പോലുമില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ നിരുപാധികമായ കീഴടങ്ങൽ ഇക്കാര്യത്തിൽ പാർട്ടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണോ താങ്കളും കരുതുന്നത്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പാർട്ടിക്കകത്ത് ശ്രീ ജോസ് കെ മാണിക്കും KM മാണിക്കുമെതിരെ ശബ്ദമുയർത്താൻ ശേഷിയുള്ള ഒരാൾ പോലും ആ പാർട്ടിക്കകത്തില്ല. അങ്ങനെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവരുടെ രാഷ്ട്രീയ അന്ത്യം അതിനകത്ത് തന്നെ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഇത്രയേറെ ജനാധിപത്യ വിരുദ്ധമായൊരു പ്രവർത്തനം പാർട്ടിക്കകത്ത് നടന്നിട്ട് ചരൽക്കുന്ന തീരുമാനത്തെയൊക്കെ പരസ്യമായി അട്ടിമറിച്ചിട്ട് കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റിനെയും MLA-മാരെയും നേതാക്കന്മാരെയും പാർട്ടി തീരുമാനത്തെയും അട്ടിമറിച്ചിട്ട് പോലും ഇതിന്റെ എല്ലാം മുമ്പിൽ മൂകസാക്ഷികളായി ഒന്നും ചെയ്യാൻ കഴിയാതെ കോൺഗ്രസിന്റെ പിൻബലമുണ്ടായിട്ട് പോലും അതിനെതിരെ ഒരു ശബ്ദമുയർത്തുവാൻ പാർട്ടി കമ്മിറ്റിക്കകത്ത് പോലും അഭിപ്രായം പറയാൻ തൻ്റെ ഇടമില്ലാത്ത ഒരു വിഭാഗമായി അതിനകത്തുള്ളൊരു അവശേഷിക്കുന്ന ഒരു മാറിയിരിക്കുന്നു. കാരണം അതിന് കാരണമുണ്ട്. രണ്ട് ഞാൻ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ് പ്രധാനം. ഒന്നാമത് അതിനുള്ള ശേഷിയും ആളുകളും ഇല്ല. ആ പാർട്ടിയിലെ 95%-ലേറെ KM മാണിയുടെ നിയന്ത്രണത്തിലുള്ളവരാണ്. ബാക്കി 5% താഴെ മാത്രമാണ് ഈ പറഞ്ഞ അവശിഷ്ട ജോസഫ് വിഭാഗത്തിന്റെ ആളുകൾ. അവർക്ക് അതിനെ നേരിടാനുള്ള ശക്തിയില്ല. KM മാണിയും മകനും എന്തു പറഞ്ഞാലും അതിന് ഓശാന പാടാനല്ലാതെ അതിനപ്പുറത്തേക്കൊരു ചെറുവിരലനക്കാനുള്ള ശേഷിയോ ശക്തിയോ ആർജവമോ ഇല്ലാത്ത അടിമകളായിട്ട് ബാക്കിയുള്ളവർ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത ജോസ് കെ മാണിയെ രാജാവായി വാഴിച്ചാലും അതിന് ഓശാന പാടാനല്ലാതെ ഒരു അപശബ്ദം ഉയർത്തുവാൻ ഇവർക്ക് കഴിയില്ല. യാതൊരു തരത്തിലുമുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ കേരള കോൺഗ്രസിൽ നടക്കുന്നില്ല എന്നുള്ളതാണല്ലോ കേരള കോൺഗ്രസിനകത്തു നിന്ന് തന്നെയുള്ള വിമർശനം. കോട്ടയത്ത് ഒരു തീരുമാനമെടുക്കുന്നു, ആര് തീരുമാനമെടുത്തു? ജോസ് കെ മാണിയും KM മാണിയും കൂടി എടുത്ത് നിങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ അറിയിക്കുന്നു, അത് നടപ്പാക്കുന്നു. പാർട്ടിയുടെ സീനിയർ ലീഡറായ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പോലും, മാണിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിട്ട് പോലും അദ്ദേഹം അറിയുന്നില്ല. പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ അറിയുന്നില്ല, പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. ജോസ് കെ മാണി തീരുമാനമെടുക്കുന്നു, പാർട്ടിയുടെ ആരാണോ ബന്ധപ്പെട്ട ആളുകൾ അതവ നടപ്പാക്കുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ജോസ് കെ മാണി അങ്ങനെ നിങ്ങളുടെ പാർട്ടിയിലെ ഒരു കിം ജോങ് ഉന്നായി മാറിയാൽ പോലും ഒരു ചെറുവിരൽ പോലും അനക്കാനുള്ള ആർജവമോ ജനാധിപത്യ സംസ്കാരമോ നിങ്ങളുടെ പാർട്ടിയിൽ ഇല്ല എന്നാണോ ഇന്നത്തെ യോഗം കൊണ്ട് തെളിയിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും ശ്രീ ആന്റണി രാജു ഇവിടെ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ കേവലം ബാലിശമായ അഭിപ്രായങ്ങളെന്നും എനിക്ക് വിശേഷിപ്പിക്കാൻ ഞാൻ മുതിരുകയാണ്. കാരണം പാർട്ടിയിൽ ഉൾപാർട്ടി ജനാധിപത്യം ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഇപ്പോൾ ഈ ചാനലിൽ നടക്കുന്ന ചർച്ച തന്നെ. കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ അത് പ്രകടിപ്പിക്കുവാനും അത് പല വിധത്തിൽ പാർട്ടിക്കുള്ളിലും പുറത്ത് ഉന്നയിക്കാനും തയ്യാറായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച തന്നെ ഇവിടെ ഉരുത്തിരിഞ്ഞത്. അപ്പോൾ ഉൾപാർട്ടി ജനാധിപത്യമില്ലാത്ത, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത, മാണി സാറും ജോസ് കെ മാണിയും പറയുന്നത് അതേപടി അനുസരിക്കുന്നവർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണെങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു സംഭവവികാസങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ലല്ലോ.
അപ്പോൾ അതിനാൽ തന്നെ വ്യക്തമല്ലേ, ശക്തമായ ഉൾപാർട്ടി ജനാധിപത്യമുള്ള പാർട്ടിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന്. അത് പറഞ്ഞ് പരിഹരിച്ചപ്പോൾ അത് പരിഹരിക്കപ്പെടരുത് എന്ന് ആഗ്രഹിച്ച ആളുകൾ അതൊരു പിളർപ്പിലേക്ക് എത്തിക്കണമെന്നുള്ള സ്ഥാപിത താല്പര്യക്കാരുടെ മോഹഭംഗത്തിൽ നിന്നാണ് ഇത്തരം ആരോപണങ്ങൾ. ശ്രീ ജോസ് കെ മാണി യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായി 6 വർഷം പ്രവർത്തിച്ചു. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി 10 വർഷം ശ്രീ ആന്റണി രാജു ഒക്കെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച. അതിനുശേഷമാണ് ഇപ്പോൾ വൈസ് ചെയർമാൻ ആയിരിക്കുന്നത്. വൈസ് ചെയർമാന്റെ മുകളിൽ ചെയർമാനുണ്ട്, ഡെപ്യൂട്ടി ചെയർമാനുണ്ട്, വർക്കിംഗ് ചെയർമാനുണ്ട്. ഒരു കാര്യവും അറിയുന്നില്ല. വൈസ് ചെയർമാൻ തീരുമാനങ്ങൾ എടുക്കുന്നു, അത് നടപ്പാക്കുന്നു. അങ്ങനെ ഈ ഡെപ്യൂട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാനും ഒക്കെ വളരെ ശക്തമായ നിലപാടും മാർജവും ഒക്കെ ഉണ്ടെങ്കിൽ കോട്ടയത്ത് എടുത്ത തെറ്റായ തീരുമാനം തിരുത്തപ്പെടണമല്ലോ. ദൗർഭാഗ്യകരമാണെന്ന് പി ജെ ജോസഫും കെ എം മാണിയും ആവർത്തിച്ച ആ തീരുമാനം കറക്റ്റ് ചെയ്ത് അത് തിരുത്തി മുന്നോട്ട് പോവുകയായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യപരമായ ഒരു തിരുത്തൽ പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന് പറയാമായിരുന്നു. അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഒരു നടപടിക്ക് പ്രേരിപ്പിക്കാൻ പോലും ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പി ജെ ജോസഫിനും കൂടെ ഉള്ളവർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു പാർട്ടിക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനകത്ത് സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, അല്ലാത്തതുണ്ട്. ഇതിനകത്തൊരു ജില്ലാ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്യേണ്ടതായിരുന്നു ഇല്ല എന്നൊരിക്കൽ. പക്ഷേ ഒരു ഇഷ്യൂ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പാർട്ടിയിൽ ഏകപക്ഷീയമായിട്ടാണ് മുഴുവൻ കാര്യങ്ങൾ നടക്കുന്നത് പറയാൻ കഴിയൂ? അടുത്ത ആണ്ടിലെ KPC പ്രസിഡന്റ് VM സുധീരൻ രാജിവെച്ചത്, അദ്ദേഹം രാജിവെച്ചത് ആ പാർട്ടിയിലെ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഫലമായിട്ടല്ലേ? അപ്പൊ സ്വാഭാവികമായും എല്ലാ പാർട്ടിയിലും നിരവധി ഇഷ്യൂസ് ഉണ്ട്. അതിൽ ഒരു ഇഷ്യൂവിൽ മാത്രം എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അത് മാത്രം പർവ്വതീകരിച്ച് ആ പാർട്ടിയിലാകെ കുഴപ്പമാണ്, ആ പാർട്ടിയിൽ ഒരു ചർച്ചയുമില്ല, ഒരു തീരുമാനവും ആരെ അറിയിക്കുന്നില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് എത്ര നിരർത്ഥകമായ വാദമുഖങ്ങളാണെന്ന് നിരത്തുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ ഒരു ഇഷ്യൂ കൂട്ടായ ചർച്ച ഉണ്ടായിട്ടില്ലായിരിക്കാം, അതിൻ്റെയാണല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്. അത് പരിഹരിക്കപ്പെട്ടപ്പോൾ ആ പരിഹരിക്കപ്പെട്ട മാർഗത്തെ തീർച്ചയായിട്ടും അപഹസിക്കാനുള്ള ശ്രമം മാത്രമേ ഇതിന്റെ പിന്നിൽ നടക്കുന്നുള്ളൂ. UDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിൽ ഒരു ആഭ്യന്തര ശൈഥില്യത്തിന്റെ സാധ്യതയുള്ളപ്പോൾ അത് പരമാവധി മുതലെടുക്കാനാണ് ശ്രമിക്കുക എന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ അങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് വിജയിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഒരു ആഭ്യന്തര ശൈഥില്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് എടുത്തിട്ടുള്ള നിലപാട് ദൗർഭാഗ്യകരമാണ് എന്ന് കെ എം മാണിക്ക് വിശദീകരിച്ചതിന് ശേഷവും അവർക്കവിടെ അധികാരം എന്ന സ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞിരിക്കുന്നു. അക്കാര്യത്തിൽ യാതൊരു വീണ്ടുവിചാരവും ആ പാർട്ടിക്കില്ല. അതേസമയം നിങ്ങളുമായുള്ള ബാന്ധവത്തെ അവർ പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അധികാരത്തിന് വേണ്ടി അവസരവാദപരമായ നിലപാടുകൾ, ഉച്ചക്കൊരു നിലപാട്, വൈകുന്നേരം ഒരു നിലപാട്, പിറ്റേന്ന് രാവിലെ ഒരു നിലപാട് എന്ന മട്ടിലെടുക്കുന്ന ആളുകളെയൊക്കെ പിന്തുണയ്ക്കുക എന്നുള്ളതാണോ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ദൗത്യം? ഒരിക്കലുമല്ല. കോൺഗ്രസ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന സന്ദർഭം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നത് മാത്രമേ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്, കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം അവശേഷിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. ആ കേരളത്തിലെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. UDF മുന്നണിയിൽപ്പെട്ട ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പലരും ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിനകത്തെ നേതാക്കന്മാർ അവരെ പലരും പല രാഷ്ട്രീയ പാർട്ടികളിലേക്ക്, പ്രധാനമായും BJP-യിലേക്ക് പോകാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് MM ഹസനെ പോലെയുള്ള ആളുകൾ പേരെടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ ഉണ്ട്. അതുകൊണ്ട് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നീങ്ങുന്നത് എന്നത് നമുക്ക് വാസ്തവമായൊരു കാര്യമാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ BJP-യെ ശക്തിപ്പെടുത്താൻ ഒരു കാരണവശാലും കഴിയില്ല. ഇപ്പോൾ BJDS വന്നതുകൊണ്ട് മാത്രമാണ് BJP-ക്ക് അല്പം വോട്ട് ശതമാനം വർധനവുണ്ടായത്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളെയും എതിരായിട്ട് ശക്തമായ നിലപാടും അഭിപ്രായവും സ്വീകരിക്കുന്ന ജനങ്ങളാണ്. അപ്പോൾ ആ ജനതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് കേരളത്തിലുള്ളപ്പോൾ തീർച്ചയായിട്ടും CPM ആ നിലയിൽ ആ രാഷ്ട്രീയ ശക്തികളെ ദുർബലപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങൾ അതിൻ്റെ ധാർമ്മികത വെച്ചുകൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുക, അത് രാഷ്ട്രീയ അടവിൻ്റെ ഭാഗമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. റൈറ്റ്. ശ്രീ പി പ്രസാദ്, ഒരു രാഷ്ട്രീയ അടവിന് CPIM-നെ നിർബന്ധിതമാക്കുന്ന സാഹചര്യം ഇവിടെ ശ്രീ A സജീവൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനോട് പ്രതികരിക്കാതെ പോകാൻ സാധിക്കില്ലല്ലോ.
അങ്ങനെ ഒരുപക്ഷെ ഭാവിയിൽ ഒരു കൂട്ടാളി വേണം എന്ന് തോന്നിക്കുന്ന വിധത്തിൽ പ്രതിപക്ഷത്തിൻ്റെ റോൾ CPI കൈകാര്യം ചെയ്യുന്നു. ഉൾപാർട്ടി ചർച്ചകളിലാണെങ്കിൽ പോലും മൂന്നാർ ഒഴിപ്പിക്കലിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നൊക്കെ വാദിക്കുന്നത് എത്രമേൽ ബാലിശവും അപക്വവുമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മൂന്നാറിൽ ഒഴിപ്പിക്കുന്നത് ഒരു വകുപ്പല്ല, മറിച്ച് ഒരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനം അനുസരിച്ച് ചെയ്യേണ്ട കാര്യം കൂടിയാണല്ലോ അത്. അപ്പോൾ ആ സർക്കാരിനാകെ തന്നെയാണ് ക്രെഡിറ്റ് എന്ന് പ്രത്യേകിച്ച് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യവുമില്ല. എന്നിട്ടും ഞങ്ങൾ ഒരു പ്രത്യേക വിഭാഗമാണ് എന്നുള്ള തരത്തിൽ, ഞങ്ങൾ മാത്രമാണ് ശുദ്ധർ എന്നുള്ള നിലയിൽ ഒരു കൗണ്ടർ രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്തുകയും അത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ മുന്നണിയിലെ മുഖ്യകക്ഷിക്ക് വേറൊരു കൂട്ട് വേണമെന്നും തോന്നിപ്പോകില്ലേ? ഇല്ല, ഇവിടെ ആദ്യം മറുപടി പറയേണ്ടത് അഭിലാഷ് ചോദിച്ച ആദ്യത്തെ കാര്യത്തിന് തന്നെയാണ്. ഇവിടെ ശ്രീ സജീവൻ പറഞ്ഞ കാര്യം, CPIയുടെ സംസ്ഥാന നിർവാഹക സമിതിയിലെ അംഗമാണ് ഞാനും കൂടി ഇരുന്ന കമ്മിറ്റിക്കകത്ത് നടന്നു എന്നുള്ള ഇടത്തിലാണ് ആധികാരികമായി ശ്രീ സജീവൻ ഇവിടെ അവതരിപ്പിച്ചത്. എത്ര അപക്വമായി പോയി എന്ന് മാത്രമേ എനിക്കതേപ്പറ്റി പറയാനുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ആ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾക്കകത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം ഒരു മടിയുമില്ലാതെ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവിടെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അതിരപ്പള്ളിയുടെ കാര്യത്തിലെല്ലാം ഞങ്ങൾ ആ നിലപാട് പറഞ്ഞല്ലോ. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു ഐക്യമുന്നണി രാഷ്ട്രീയത്തെ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യവും ധാരണയുമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്തെല്ലാമാണ്. ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും മന്ത്രിയിലേക്ക് മാത്രമല്ല എന്നും ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നൊരു പ്രകടന പത്രികയ്ക്കകത്ത് തന്നെ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നും അത് ചെയ്യുന്ന അവസരത്തിൽ ഏതെങ്കിലും ഒരാളിൻ്റെ ക്രെഡിറ്റിലേക്കല്ല അത് പോകുന്നതെന്നും ഒരു പാർട്ടിയുടെയും അല്ല എന്നും അതൊരു മുന്നണിയുടേതാണ് എന്ന കാര്യത്തിനകത്ത് ആർക്കാണ് സംശയം, ആർക്കാണ് തർക്കമുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ ധാരണയോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. മൂന്നാറിലെ ഏതെങ്കിലും കാര്യത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലോ CPIക്ക് മാത്രമായി ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം കിട്ടട്ടെ എന്ന് കരുതി ഒരു കാര്യത്തിലേക്കും CPI നിൽക്കുന്നില്ല. അത്തരം ഒരു ചർച്ചയിലേക്കും CPI പോയിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ എല്ലാം പറഞ്ഞു വരുത്തുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്ന പ്രകടന പത്രിക എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെ ആ തരത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വന്ന പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിന് ഇങ്ങനെ നിലപാടെടുത്തു? കോട്ടയത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. 2 മാസം ആയിട്ടില്ല. മലപ്പുറത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന ആളിന് വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ KM മാണിയും ജോസ് കെ മാണിയും എത്ര മീറ്റിങ്ങുകളിലാണ് അവിടെയെല്ലാം വന്ന് പ്രസംഗിച്ചതും. കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി അതിഭയങ്കരമായ ക്യാമ്പയിൻ നടത്തി, വലിയ പ്രവർത്തനം നടത്തി. ഇടതുപക്ഷത്തിന് എതിരായി നടന്ന ഒരാളിന് വേണ്ടിയിട്ട് 1 മാസം തികയുന്നതിന് മുമ്പേ ഇങ്ങനെ ചെയ്യുന്നൊരാളിന് വോട്ട് ചെയ്യാൻ വേണ്ടി പോവുക എന്ന് പറയുന്നതിനെ ഒരടവിൻ്റെ ഒരു നയത്തിൻ്റെ ഒരു വേലിക്കെട്ടിനകത്തേക്ക് നിർത്തിക്കൊണ്ട് അളന്നെടുക്കാൻ പ്രയാസമാണെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അത് CPIയുടെ ഒരു നിലപാട് പറയുന്നു എന്നതിനെ കണക്കാക്കുക. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നിലപാടുണ്ടാവും. ആ നിലപാട് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. KM മാണി പറഞ്ഞല്ലോ ദൗർഭാഗ്യകരമായി പോയെന്നും. ഏതാ ദൗർഭാഗ്യകരമായി പോയതും? CPMൻ്റെ പിന്തുണ വാങ്ങിച്ചതോ അതോ പ്രസിഡന്റായിട്ട് അദ്ദേഹം ഇരിക്കുന്നതോ കോൺഗ്രസിൽ നിന്ന് മാറേണ്ടി UDFൽ നിന്ന് മാറേണ്ടി വന്നതോ? വെറുതെ ഒരു വാക്കുകൊണ്ട് മാത്രം പറയാൻ പറ്റുമോ ഏത് കാര്യമാണ് ദൗർഭാഗ്യകരമായി പോയത്? അപ്പോൾ അതിൻ്റെ മുന്നിൽ ചെന്ന് ചേരുന്നത് ഈ പിന്തുണച്ചതിൻ്റെ കാര്യത്തിലേക്ക് കൂടി എത്തുകയാണ്. അങ്ങനെ പോകേണ്ടുന്ന ഒന്നല്ല. ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ എന്ന കാര്യത്തിലാണ് ഞങ്ങൾക്കൊരു നിലപാട് ഉള്ളത്. ആ നിലപാട് പറഞ്ഞല്ലേ ഉള്ളൂ. ഇടതുപക്ഷം കൃത്യമായൊരു രാഷ്ട്രീയ പക്ഷമാണ്. അത് ഏതെങ്കിലും സർവേ നമ്പരും തണ്ടപ്പേരും നോക്കി മാത്രമായിട്ട് ആ നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ടതല്ല, എടുക്കേണ്ടതല്ല. അതെനിക്ക് വ്യക്തമാണ്. ശ്രീ രാജു എബ്രഹാം CPIയുടെ നിലപാട് രാഷ്ട്രീയമാണ്. CPI പറഞ്ഞോളൂ. അവരുടെ നിലപാട് രാഷ്ട്രീയ നിലപാടാണ്. ആ രാഷ്ട്രീയ നിലപാടിനെ CPIM ഉൾക്കൊള്ളുന്നുണ്ടോ? നമുക്ക് ഇതിനകത്തിരുന്നൊരു CPI അഭിപ്രായ വ്യത്യാസത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇവിടെ ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ അഭിപ്രായം പറഞ്ഞതാണ്. പ്രാദേശികമായ ഒരു നീക്കുപോക്ക് അത്രമാത്രമേ അതിനെ കണ്ടാൽ മതി. കാരണം കോൺഗ്രസിനെ ജയിപ്പിക്കേണ്ട ബാധ്യത ഇപ്പം നമുക്കവിടെ ഉണ്ടോ? നമുക്കവിടെ ഇല്ല. അപ്പോൾ കോൺഗ്രസ് ഇന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ, രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ കോൺഗ്രസ് ഒന്ന് തോൽക്കട്ടെ. അപ്പോൾ പ്രത്യേകിച്ച് കോട്ടയം പോലെയുള്ള ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുപോലുള്ള അധികായകന്മാരുടെ ഒരു ജില്ലയാണ്. അത്തരം ഒരു ജില്ലയിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ ഒരവസരം CPM നിമിത്തമായി വരികയാണെങ്കിൽ നല്ല കാര്യമല്ലേ? അത്രമാത്രം ചിന്തിച്ചാൽ മതി.
അല്ല, അക്കാര്യത്തിൽ ശ്രീ രാജു എബ്രഹാം, അങ്ങനെയാണെങ്കിൽ ഈ കേരള കോൺഗ്രസിനെ തോക്കാതെ നോക്കേണ്ട എന്ത് ബാധ്യതയുണ്ട് CPIM-നെ സംബന്ധിച്ച്? അവരുടെ അഴിമതിക്കെതിരെ എന്നുള്ള പേരിലായിരുന്നല്ലോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രക്ഷോഭം. അപ്പോൾ അവർ തോക്കാതെ നോക്കേണ്ട എന്ത് ബാധ്യതയുണ്ട്? തീർച്ചയായിട്ടും KM മാണിക്കെതിരായിട്ട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം കേരളം കണ്ട ഏറ്റവും വലിയ സമരം നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാർക്കോഴ വിഷയത്തിൽ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം അതിനകത്തൊരു ചെറിയ ഇരയാണ്, അതിൽ വലിയ ഇരകൾ അപ്പുറത്ത് നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ. അപ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുകയും തെരഞ്ഞെടുപ്പിൽ അത് ആ ആരോപണങ്ങളെ കേരളത്തിലെ വലിയൊരു വിഭാഗം വോട്ടാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ആർക്കാ തർക്കം? ഒരു തർക്കം ഇവിടെയില്ല, അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ കേരള കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ജനവിഭാഗം തരത്തിൽ വളരാൻ കെൽപ്പുള്ള ഒന്നാണ്. കാരണം ഇപ്പോൾ കാനം രാജേന്ദ്രൻ എടുക്കുന്നതിന് സമാനമായ നിലപാടുകളാണ് ഇടതുപക്ഷം ഭരിക്കുന്ന വേളയിൽ എല്ലാ CPI സംസ്ഥാന സെക്രട്ടറിമാരും എടുത്തിട്ടുള്ളത്. വെളിയം ഭാർഗവൻ, CK ചന്ദ്രപ്പൻ, അങ്ങനെ എല്ലാവരും ഇതേ ശക്തമായ നിലപാട് ഏത് സന്ദർഭം വരികയാണോ അപ്പോഴൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുന്നണി ബന്ധത്തിന് കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എന്ന് മാത്രമല്ല, ദേശീയ നിലപാടുകൾ ഇക്കാര്യത്തിൽ പ്രധാനമാണ്. ഈ രണ്ട് പാർട്ടികളുടെയും ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൽ നിർണായകമാണല്ലോ. DIC-യുടെ കാര്യം വന്നപ്പോൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണം നമ്മുടെ മുൻപിൽ ഉണ്ട് താനും. അന്ന് DIC-ക്ക് ഇടത് മുന്നണിയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇനി ഇടത് മുന്നണിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നു എന്ന് തന്നെ കരുതുക. അതെങ്ങനെ സാധ്യമാകും? അതിനെ തടയാൻ ധാരാളം ഘടകങ്ങൾ അവിടെ നിൽക്കുകയല്ലേ. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ കുറച്ച് ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കി പോവുക, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് UDF സഹകരണം എന്നുള്ള വളരെ ലളിതമായ യുക്തിയല്ലാതെ, ആ മാർഗമല്ലാതെ എന്താണ് ബാക്കിയുള്ളത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ച്? ഇതൊരു പ്രാദേശികമായിട്ട് തൽക്കാലത്തേക്കുള്ള കൂട്ടുകെട്ടല്ല എന്ന് ഞാൻ പറയാൻ കാരണം 2009 ഇതേപോലെ ഉണ്ടായിരുന്നല്ലോ. 2009 പൊന്നാനി മണ്ഡലം CPIയുടെ മണ്ഡലമായിരുന്നു. അതിൽ PDPക്ക് താല്പര്യമുള്ള സ്ഥാനാർത്ഥിയെ വയ്ക്കാൻ CPM തയ്യാറായി. അന്നാണ് ആ സമയം മുതലാണ്, വെളിയം ഭാർഗവൻ്റെ കാലം മുതലാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. ഈ CPM-നോടുള്ള വിരോധം CPI പ്രകടമാക്കി കൊണ്ടുവരുന്നത് ആ കാലഘട്ടം മുതലാണ്. അതിനു മുമ്പൊക്കെ CPM ഒരു അതീശത്വ പാർട്ടിയായിട്ട് നിൽക്കുകയും ഒപ്പം ഒരു ഘടകകക്ഷിയായിട്ട് CPI നിൽക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇതിന് ശേഷമുള്ള ഓരോ ഘട്ടങ്ങളിലും അന്ന് JDU മറ്റും പുറത്തു പോയ സമയത്ത് പോലും പുറത്തു പോകാൻ ധൈര്യമുണ്ടാവാതിരുന്ന പാർട്ടിയാണ് CPI. അന്ന് അവർ വയനാട് മണ്ഡലം ചോദിച്ചു വാങ്ങൽ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വയനാട് മണ്ഡലം തോൽവി ഉറപ്പായ മണ്ഡലം അവർ സ്വീകരിച്ച് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ഇത് പിന്നീട് കൂടുതൽ ശക്തമാകും. താങ്കൾ പറഞ്ഞ പോലെ വെളിയം ഭാർഗവന് ശേഷം CK ചന്ദ്രപ്പൻ, അതിനുശേഷം ഓരോ ഘട്ടത്തിൽ പോലും ഇപ്പോൾ കാനം രാജേന്ദ്രൻ്റെ കാലത്ത് പോലും അതിശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. CPIയുടെ ദേശീയ നേതൃത്വം നേരത്തെ ഇങ്ങനെയൊന്നും പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ സുധാകർ റെഡ്ഡി അതിരൂക്ഷമായിട്ടാണല്ലോ പ്രതികരിച്ചത്. ഇതേ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് മൂന്നാറിൻ്റെ കാര്യത്തിലാണെങ്കിലും മാണിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് CPIയുടെ CPI ദേശീയ ഘടകത്തിൻ്റെ ഭാഗത്ത്, ദേശീയ സമിതിയുടെ ഭാഗത്ത് പോലും ഉണ്ടാവുന്നത്. മാത്രമല്ല CPM-ൽ നിന്ന് പിന്നെ പുറത്തു പോകുന്ന ആളുകളെ പരസ്യമായിട്ട് സ്വീകരിക്കുകയും അതിന് കാനം രാജേന്ദ്രൻ തന്നെ മുന്നിട്ടിറങ്ങുകയും ഇങ്ങനെയുള്ള ആളുകൾ പുറത്തു വരുമ്പോൾ ഞങ്ങൾ ഇനി സ്വീകരിക്കും, അത് BJP-യിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് CPM-നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഇത് നമ്മൾ രഹസ്യമായിട്ട് ഏത് CPM നേതാക്കന്മാരോട് സംസാരിച്ചാലും അവർ പറയുന്ന കാര്യം ഞങ്ങൾക്കൊരു തലവേദനയാണ് CPI എന്നാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ. നേരത്തെ PKV-യുടെ കാലത്തൊക്കെ വളരെ സൗഹൃദത്തോട് കഴിഞ്ഞിരുന്ന പാർട്ടികൾ, വെളിയത്തിൻ്റെ കാലത്ത് പോലും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന പാർട്ടി ഇപ്പോഴും വളരെ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. പരസ്പരം ഏറ്റവും കിട്ടുന്ന ഓരോ ഘട്ടങ്ങളിൽ പോലും, ഞാൻ അതിരപ്പള്ളിയുടെ കാര്യം പറഞ്ഞ് അതിനിപ്പുറത്ത് മുതലാളിയുടെ ഭാഷയാണ് പിണറായി വിജയൻ്റെ ഭാഷ എന്ന് പറഞ്ഞത് ചെന്നിത്തലയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ മറ്റാരും അല്ലല്ലോ, കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും അല്ലല്ലോ. അത്തരം കാര്യങ്ങൾ ഓരോന്നിലും രൂക്ഷമായിട്ട് CPM-നെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഘട്ടത്തിലും മാണി വരുന്നതിന് അവർക്ക് പേടിയാണ് എന്ന് മാണി പറഞ്ഞ പോലെ തന്നെ അത് ഏതാണ്ട് ശരിയാണ്. മാണി കൂടി വന്നു കഴിഞ്ഞാൽ CPIക്ക് ഇപ്പോൾ കിട്ടാവുന്ന അവസരങ്ങൾ, ഇപ്പോൾ കിട്ടാവുന്ന പരിഗണനയും ഇല്ലാതാകുമെന്ന് പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന വണ്ണമുള്ള പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാവുന്നത്? ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനത്തിന് ആ പാർട്ടിയിൽ പൂർണ്ണമായ പിന്തുണ കിട്ടും എന്നാണ്. അതായത് ഇടതു സഹകരണം എന്ന ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ആ പാർട്ടിക്കകത്തൊരു ഭഗീരഥ പ്രയത്നമല്ല, ആ പാർട്ടിയിൽ അതൊരു ആനക്കാര്യമേ അല്ല. അങ്ങനെയാണെങ്കിൽ
അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തോ ഒക്കെ LDFുമായി ബാന്ധവത്തിന് എത്താമല്ലോ കേരള കോൺഗ്രസ് എം. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താകും? അഭിലാഷ്, ഇവിടെ മാണി ഗ്രൂപ്പിനകത്തൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും പിളർപ്പുണ്ടാകുമെന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നും അതിന് പുറത്തുള്ളവരാരും ആഗ്രഹിച്ചതോ പറഞ്ഞതോ അല്ല. മറിച്ച് ചരൽക്കുന്ന് തീരുമാനത്തിന്റെ ലംഘനമാണ് കോട്ടയത്ത് നടന്നെന്നുള്ളത് പറഞ്ഞത് ആ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ്. അതുപോലെ തന്നെ UDFുമായിട്ടുള്ള ലോക്കൽ ബോഡിയിലെ സഖ്യം തുടരണമെന്ന തീരുമാനം ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ്. ഈ കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷന്റെ എടുത്ത നിലപാടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രാജിക്കത്ത് സമർപ്പിച്ചത് ആ പാർട്ടിയിലെ ജില്ലാ പ്രസിഡന്റാണ്. ഞങ്ങൾ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞത് ആ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനാണ്, ഞങ്ങളാരുമല്ല. അപ്പോ അതിനകത്ത് പൊട്ടിത്തെറിക്കണമോ പൊട്ടിത്തെറിക്കാതിരിക്കണമോ വേണോ വേണ്ടോ എന്നൊക്കെ അവരങ്ങ് തീരുമാനിച്ചാൽ മതി. പിന്നെ ഇവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ കാര്യം ചോദിച്ചല്ലോ. ഇവിടെ ജനാധിപത്യ കേരള കോൺഗ്രസിനെ കൂട്ടിക്കെട്ടി മറ്റൊരു ചേരിയാക്കി പഴയ ജോസഫ് വിഭാഗം പുനർജീവിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടാക്കി ചിലരൊക്കെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. അതിനുള്ള മറുപടി ഞങ്ങൾ നേരത്തെ പറഞ്ഞു. മാത്രമല്ല, ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. KM മാണി എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനുള്ള വൻപിച്ച വിജയം നേടുന്നതിനുള്ള പ്രധാന കാരണക്കാരനായ KM മാണിയെ, അതുപോലെ തന്നെ 80-82 കാലഘട്ടത്തിൽ നയനാരുടെ മന്ത്രിസഭയെ പിന്നിൽ നിന്ന് കുത്തി ഇടതുപക്ഷ മന്ത്രിസഭയെ തകർത്ത് തരിപ്പണമാക്കി അട്ടിമറിച്ച ശ്രീ KM മാണിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സഖ്യമുണ്ടാക്കാൻ, ദേശീയ ഇടതുപക്ഷ സഖ്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മാത്രം ഇന്ത്യ പോലെയുള്ള ഒരു മഹാരാജ്യത്തെ ആ സഖ്യത്തെ തകർത്തുകൊണ്ട് ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ചെറിയ ജില്ലയായ കോട്ടയത്തെ ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് ഈ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ശ്രീ ആന്റണി രാജു, ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ ഒപ്പമുള്ള ഇടതുപക്ഷ ബ്ലോക്കിലുള്ള റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി RSP ഫോർവേഡ് ബ്ലോക്ക് ഇവ രണ്ടും UDFന്റെ കൂടെയാണെന്ന് ഓർക്കണം. അപ്പോൾ ദേശീയ തലത്തിലെ നിലപാടുകളൊന്നും ഇവിടുത്തെ CPIMന് വലിയ പ്രശ്നമാകണമെന്നില്ല. ഞാൻ അതിലേക്ക് വരാം. എബ്രഹാം മാത്യു, എന്താണ് ഈ യോഗത്തിൽ നടന്നതെന്നതിന്റെ വിശദാംശങ്ങളുമായി ചേർന്നു. എബ്രഹാം മാത്യു, ഇന്നത്തെ യോഗത്തിൽ ഈ കോട്ടയം സംഭവ വികാസങ്ങൾ ഒരു തരത്തിലും ചർച്ചയായില്ലേ? ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ജോസഫ് ഉന്നയിക്കുമെന്നൊക്കെ പൊതുവെ കരുതപ്പെട്ടിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ PJ ജോസഫ് തയ്യാറാകാതിരിക്കുകയായിരുന്നോ? എന്താണ് ഉണ്ടായത്? അഭിലാഷ്, ഇന്നത്തെ യോഗം ഒരു യോഗമെന്ന് നമുക്ക് വിശേഷിപ്പിച്ചുകൂടാ. ഏതാണ്ട് കഷ്ടിച്ച് 1 മണിക്കൂറിൽ താഴെ നീളുന്ന ഒരു കൂടിച്ചേരലാണ്. ആ കൂടിച്ചേരൽ ഒരു പാർലമെന്ററി പാർട്ടി ഇലക്ഷന്റെ ഗൗരവത്വത്തിലേക്ക് ഉയർന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. അതിന് കാരണമായി പറയുന്നത് ഡെപ്യൂട്ടി ലീഡർ CF തോമസ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടേ കാര്യമുള്ളൂ എന്ന് ജോസഫ് ഗ്രൂപ്പും ആ ഒരു നിഗമനത്തിലാണ് എത്തിയത്. കാരണം ജോസഫ് ഗ്രൂപ്പിന്റെ കാഴ്ചപ്പാട് പങ്കുവെക്കുന്ന മാണി ഗ്രൂപ്പ് നേതാവ് കൂടിയാണ് CF തോമസ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കാം, അടുത്ത സൗകര്യപ്രദമായ മറ്റൊരു തീയതിയിലേക്ക് യോഗം വിളിച്ചു ചേർക്കാം എന്നൊരു പൊതുധാരണയിലാണ് പിരിഞ്ഞത്. ഇന്ന് യോഗം നടന്നില്ലായിരുന്നുവെങ്കിൽ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം വീണ്ടും ചേരാനിടയാവാതെ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ കൊമ്പ് കോർക്കുന്നു എന്നൊക്കെയുള്ള ഒരു വാർത്ത പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ജോസ് കെ മാണി വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് നാമമാത്രമായ ഈ യോഗം വിളിച്ചു ചേർത്തത്. അതുകൊണ്ട് തന്നെ അവസാനം മനസ്സില്ലാ മനസ്സോടെയാണ് PJ ജോസഫ് ആ യോഗത്തിൽ പങ്കെടുത്തത്. കാതലായ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു യോഗവേദിയായി ജോസഫ് ഗ്രൂപ്പ് ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തെ കണ്ടില്ല എന്നതാണ് വസ്തുത. അടുത്ത യോഗത്തിൽ അവർ ഉന്നയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് PJ ജോസഫ് നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ടും KM മാണിയായുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ മധ്യസ്ഥന്മാർ ഇടപെട്ടു എന്നാണ് സൂചന. അങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് എത്തി എന്ന് വേണം കരുതാൻ. ആ മധ്യസ്ഥ ചർച്ചയ്ക്ക് ശേഷം ആണ് തീർച്ചയായും യോഗത്തിൽ പങ്കെടുക്കാൻ തയ്യാറാണ് എന്ന സന്ദേശം കൂടി ജോസഫ് ഗ്രൂപ്പ് പുറത്തുവിട്ടത്. അപ്പോ ആ മധ്യസ്ഥ ചർച്ച നിലപാടിൽ അയവ് വരുത്തി എന്നൊരു സൂചന കൂടി നമുക്ക് കാണേണ്ടി വരും. അഭിലാഷ്, വ്യക്തമാണ് എബ്രഹാം മാത്യു. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഇപ്പോ ഇങ്ങനെ ഒരു വെടിനിർത്തൽ നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായി, ശരി, അത് പാർട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പാർട്ടിയിൽ ആഭ്യന്തരമായി പരിഹരിക്കേണ്ടതാണ്. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ഏത് പ്രശ്നവും പരിഹരിക്കുകയും ചെയ്യുക. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ഇവിടെ ഈ ചരൽക്കുന്ന് തീരുമാനം ലംഘിക്കപ്പെട്ടു എന്ന നിലപാട് PJ ജോസഫ് എടുത്തതിന് ശേഷം
അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം അക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എങ്കിൽ, അമ്മട്ടിൽ തന്നെ അങ്ങ് പോവുകയാണ് എങ്കിൽ, കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നില തുടരുകയാണ് എങ്കിൽ, വർക്കിംഗ് ചെയർമാൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം ഒരു ആലങ്കാരിക പദവിയാണെന്ന് മറ്റുള്ളവർക്ക് കരുതേണ്ടി വരില്ലേ? അതൊരു സാങ്കല്പിക ചോദ്യമാണ്. കാരണം പാർട്ടിയിലൊരു ഇഷ്യൂ ഉണ്ടായാൽ അത് പറഞ്ഞു പരിഹരിക്കുക. പാർട്ടി നേതാക്കൾ പലരും അതിനകത്ത് അതിർത്തി പ്രകടിപ്പിച്ചല്ലോ. ഡെപ്യൂട്ടി ചെയർമാൻ അതിർത്തി പ്രകടിപ്പിച്ചു, ജില്ലാ പ്രസിഡന്റ് അതിർത്തി പ്രകടിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായും അവരെല്ലാവരും അവഗണിക്കപ്പെടുന്നു എന്നുള്ളതൊന്നും അല്ലല്ലോ അതിൻ്റെ ഒന്നും അർത്ഥം. അപ്പോൾ ആ കാര്യത്തിൽ ചില ധാരണപ്പശകളും ആശയവിനിമയത്തിൽ ചില പോരായ്മകളും ഉണ്ടായി എന്നുള്ളതാണ് അതിൽ കാണുന്നത്. അത് കൂടിയിരുന്ന് പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നാളുകളിൽ പാർട്ടി കൂടുതൽ ശക്തി ആർജിക്കുകയും നാളുകളിൽ പാർട്ടി എടുക്കേണ്ട തീരുമാനങ്ങൾ, നയപരമായ തീരുമാനങ്ങളും രാഷ്ട്രീയമായ തീരുമാനങ്ങളും കൂട്ടായ ചർച്ചയുടെയും യോജിച്ച തീരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും എന്ന് ഉറപ്പുവരുത്തപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതിലുപരി ഏതെങ്കിലും ആളെ പാർട്ടിയുടെ നേതൃതലത്തിൽ അപ്രസക്തമാക്കുന്ന രീതിയിൽ പാർട്ടിയിൽ കാര്യങ്ങളെത്തി എന്നൊന്നും വ്യാഖ്യാനിക്കുന്നത് ഒരു നിലയിലും ഒരു വസ്തുതകളോട് നീതി പുലർത്തുന്ന സമീപനമോ അഭിപ്രായ പ്രകടനമോ ആയിരിക്കില്ല. കേരള കോൺഗ്രസ് പാർട്ടിയിൽ പൊട്ടിത്തെറിയുണ്ടാകാനായിട്ട് ആഗ്രഹിക്കുന്ന നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകൾ ചില സമ്മർദ്ദതന്ത്രങ്ങളും ചില പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാക്കി എന്നുള്ളതൊഴിച്ചാൽ ഈ പാർട്ടിയിൽ വലിയ സ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷം ഒന്നും കോട്ടയം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അത് പരിഹരിക്കപ്പെട്ട് വരുന്നു എന്ന് കാണുമ്പോൾ അതിൽ ഉണ്ടാകുന്ന നിരാശയിൽ നിന്ന് ഓരോ വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതായി മാത്രമേ ഇത്തരം വിലയിരുത്തലുകളെ ഞങ്ങൾ കാണുന്നുള്ളൂ. ശരി, അത്രയേ ഉള്ളൂ. ശ്രീ ആന്റണി രാജു, ഇവിടെ പല പല തിയറികൾ ഉണ്ടായിരുന്നു. അതിലൊന്ന്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDFിലേക്ക് വരികയാണ് എങ്കിൽ ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നുള്ളതായിരുന്നു താങ്കൾ തന്നെ നേരത്തെ ഉദ്ധരിച്ച ആ വാർത്ത. അതിന് നമുക്കങ്ങനെ വിശ്വസിക്കാൻ ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു. കാരണം വളരെ ഓപ്പണായിട്ടാണ് PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാർലമെൻ്ററി പാർട്ടി യോഗം ചേരാൻ പോലും സാധിക്കാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. നിങ്ങളുടെ നേതാവ് ഫ്രാൻസിസ് ജോർജ് വളരെ വ്യക്തമായ ഒരു കാര്യം പറഞ്ഞത്, മാണി ഉള്ള ഇടത്ത് ഞങ്ങൾ ഉണ്ടാകില്ല എന്നാണ്. അതായത് മാണി ഗ്രൂപ്പ് LDFിലേക്ക് വരികയാണെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ സുവ്യക്തമായ വിശദീകരണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ പഴയ ജോസഫ് ഗ്രൂപ്പിലെ ആളുകളെല്ലാം കൂടി ഒരു പാർട്ടിയായി നിൽക്കുക, UDFിൽ നിൽക്കുക എന്നൊരു ഫോർമുല ഉയർന്നു വന്നിരുന്നു, ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അത് മുന്നോട്ട് പോകാത്തത്? ഒരിക്കലും അങ്ങനെ ഒരു ഫോർമുല ഒരു ഫോറത്തിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട വേദിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ശ്രീ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ച് നിൽക്കുന്ന പാർട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി എന്നുള്ളതുകൊണ്ട് KM മാണിക്ക് ഒരു കാരണവശാലും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിയിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള ധ്വനിയിലാണ് അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞത്. അതിനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഞങ്ങളുള്ളിടത്തേക്ക് അവർ വരില്ല, അല്ലെങ്കിൽ അവരുള്ളിടത്തേക്ക് ഞങ്ങളില്ല എന്നത് ദുർവ്യാഖ്യാനമാണ്. അതിൻ്റെ അന്തസ് ഞാൻ സംസാരിച്ചാണ് ഫ്രാൻസിസ് ജോർജുമായിട്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അടർത്തിയെടുത്ത് ഇത്തരത്തിലൊരു ദുർവ്യാഖ്യാനം. ഒരു കാര്യം അടിവരയിട്ട് പറയാം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാണി ഗ്രൂപ്പിനകത്തുണ്ടായിരിക്കുന്ന അന്തഛിദ്രങ്ങളിൽ കക്ഷിയാകാൻ ഞങ്ങളില്ല. അവർ തന്നെ അനുഭവിച്ചോട്ടെ. ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മുഖ്യകക്ഷിയായ CPM അവർക്ക് കിട്ടിയ അവസരം കൊണ്ട് കോൺഗ്രസിനകത്ത് വിള്ളലുണ്ടാക്കി, UDFിനകത്ത് ഭിന്നതയുണ്ടാക്കി, മാണി ഗ്രൂപ്പിനകത്ത് അന്തഛിദ്രമുണ്ടാക്കി, തമ്മിൽ തല്ലിക്കാൻ കഴിഞ്ഞു. അത് ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ഇതിനകത്ത് വലിച്ചഴച്ച് ഞങ്ങളെയും കൂടി ബുദ്ധിമുട്ടിക്കരുത്. ഞങ്ങൾ എങ്ങോട്ടുമില്ല, ഞങ്ങളൊന്നിനുമില്ല. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.